ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളെ കൂട്ടിക്കൊണ്ടുവരാനായി രോഹിത് തയ്യാറെടുത്ത് വരുന്നത് കണ്ട് കുഞ്ഞു പറഞ്ഞു, ദാ രോഹിത് കുഞ്ഞു വരുന്നുണ്ടല്ലോ. ഉടനെ തന്നെ രോഹിത്തിനോട് രാഘവൻ നായർ ചോദിച്ചു, എടാ ഇനി സമയം വൈകിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് പറഞ്ഞ് രോഹിത് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ ഓർമ്മിപ്പിച്ചു, ഇനി നീ ഒരു 5 മിനിറ്റ് നേരത്തെ അവിടെ പോയി നിന്നാലും പ്രശ്നമൊന്നുമില്ല, കുഞ്ഞിനെ കൃത്യസമയത്ത് കൂട്ടിക്കൊണ്ടു വരണേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാഘവൻ നായർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അകത്തേക്ക് പപ്പിമോള് വയ്യാത്ത കൈയുമായി കയറി വരുന്നത്. പപ്പിമോള് അകത്തേക്ക് കയറി വന്നതും കുഞ്ഞ് സത്യാമ്മ എന്ന് വിളിച്ച് വേഗം സത്യഭാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി. അയ്യോ, എന്റെ മോക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് കയ്യിലെ ആ കെട്ടെല്ലാം കണ്ട് ആകെ ഞെട്ടലോടെ എല്ലാവരും ആശങ്കപ്പെട്ടു നോക്കി. അപ്പോഴേക്കും ശാലിനിയും പിന്നാലെ ജയശങ്കറും കൂടി അകത്തേക്ക് കയറി വന്നു. ഉടനെ തന്നെ എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് ആശങ്കയോടെ അന്വേഷിച്ചപ്പോ ശാലിനി പറഞ്ഞു, മോള് ക്രോസ് ചെയ്ത് വരുന്ന വഴിക്ക് ഒരു വണ്ടി മോളെ തട്ടി. ഭാഗ്യത്തിന് ഡ്രൈവർ വണ്ടി നിർത്തിയത് കൊണ്ട് ഒന്നും പറ്റിയില്ല. കൃത്യസമയത്ത് സ്പോട്ടിൽ ഈ ജയശങ്കർ ഉണ്ടായിരുന്നത് കൊണ്ട് വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട മരുന്നുകളൊക്കെ ചെയ്യിച്ചു എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും എല്ലാവരുടെ മനസ്സിലേക്ക് ജയശങ്കറിനെ കണ്ടതും അന്ന് കുട്ടികളുടെ ബർത്ത്ഡേ ദിവസം വീട്ടിൽ വന്ന പോലീസിനെയും കൂട്ടി വീട്ടിലെത്തിയ ജയശങ്കറിനെ എല്ലാവർക്കും ഓർമ്മ വന്നു. അല്ല, ആ പെൺകുട്ടിയെ കണ്ടെത്തിയോ എന്ന് ജയശങ്കറിനോട് സത്യഭാമ അന്വേഷിച്ചപ്പോഴേക്കും ഇല്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല, എങ്കിലും ഉടനെ തന്നെ അവൾ എന്റെ പിടിയിലാകും, അത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ വീണ്ടും രാഘവനാർ ആശങ്കയോടെ ജയശങ്കറിനോട് ചോദിച്ചു, കൈക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ, ഫ്രാക്ചറും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, മോളുടെ കയ്യിലെ അല്പം തൊലി പോയെന്ന് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് വീണ്ടും ചോദിച്ചപ്പോ ഇല്ല സാർ, വേറെ പ്രശ്നമൊന്നുമില്ല, മോളൊന്ന് പേടിച്ചു, അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് ജയശങ്കർ അറിയിച്ചു. അപ്പോഴാണ് രോഹിത്തിനെ നോക്കിയിട്ട് രാഘവനാർ പറഞ്ഞത്, എടാ നിന്നോട് ഞാൻ നേരത്തെ പോണെന്ന് പറഞ്ഞതല്ലേ, പാവം കൊച്ച്, നേരത്തെ ചെല്ലാഞ്ഞത് കൊണ്ടല്ലേ കുഞ്ഞിനിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകേണ്ടി വന്നത്. ഭാഗ്യത്തിന് ഈ ജയശങ്കർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നല്ല രാഘവൻ നായർ ദേഷ്യപ്പെടുമ്പോ ഉടനെ തന്നെ രാഘവൻ നായരുടെയും സത്യഭാമയുടെയും ഒക്കെ ചോദ്യങ്ങൾ കേട്ട് മുകളിൽ നിന്ന് കാർത്തിയ ആശ്വസിച്ചു. ഓ ഭാഗ്യം, എന്നെ അന്വേഷിച്ച് വന്നതല്ല, അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞു, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വേഗം കാർത്തിക മുകളിലേക്ക് പോയി. കാർത്തികയെ ആരും കാണാതിരുന്നത് കൊണ്ട് ജയശങ്കറിനെ എല്ലാവരും പരിചയപ്പെടുന്നതിനിടയിൽ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതായതിനെ കുറിച്ചുള്ള കാര്യം മനഃപൂർവ്വം എല്ലാവരും മറന്നു പോകുന്നു. അപ്പോഴാണ് സത്യഭാമ പപ്പിയോട് പറഞ്ഞത്, മോളെ രക്ഷിച്ച ഈ അങ്കിളിനോട് മോള് താങ്ക്സ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടും താങ്ക്സ് അങ്കിൾ എന്ന് പറഞ്ഞതും ഏയ് കുഴപ്പമില്ല കുഞ്ഞെ എന്ന് ജയശങ്കർ മറുപടി നൽകി. അപ്പോഴാണ് രാഘവനാഥ് ചോദിച്ചത്, അല്ല എവിടെയാ ഇപ്പൊ താമസം, അന്ന് കുട്ടികളുടെ ബർത്ത്ഡേ ദിവസം വന്നപ്പോ ശരിക്കും കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോ താമസമൊക്കെ എവിടെയാ എന്ന് അന്വേഷിച്ചതും ജയശങ്കർ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്, എന്റെ ആവശ്യം കഴിയാത്തത് കൊണ്ട് ഇവിടെ തങ്ങുകയാണ്, എന്തായാലും ഇനി ഒരിക്കൽ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ ജയശങ്കർ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്തതും ജയശങ്കർ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, എന്നാ പിന്നീട് കാണാം എന്ന് പറഞ്ഞ് ജയശങ്കർ വേഗം യാത്ര പറഞ്ഞ് ഇറങ്ങണം. ജയശങ്കർ പോയി കഴിയുമ്പോഴേക്കും പപ്പിമോളെ മടിയിലിരുത്തി സത്യഭാമ ചോദിച്ചു, അല്ല മോൾക്ക് കാലിന് വേദന എടുക്കുന്നോ, കൈക്ക് വേദന തോന്നുന്നുണ്ടോ, മോള് വല്ലാതെ പേടിച്ചോ എന്നൊക്കെ ചോദിച്ചതും പപ്പി അതേന്ന് പറഞ്ഞ് സങ്കടം പറയുമ്പോൾ ശാലിനി പറഞ്ഞു, അതെ, നമ്മൾ റോഡിലൂടെ പോകുമ്പോഴേ നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം, റോഡിന്റെ ഇരു സൈഡ് നോക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാനൊക്കെ, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഇനിയും ഇങ്ങനെ പുറത്തുകൂടി പോകുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധയോടെ സൂക്ഷിച്ചും വേണം ക്രോസ് ചെയ്യാനായിട്ട് കേട്ടോ, വാ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറാം എന്ന് പറഞ്ഞ് ശാലിനി പാപ്പിമോളെ അരികിലേക്ക് വിളിച്ചു. ശാലിനി പപ്പിയെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോൾ മോളുടെ കയ്യിൽ ചെന്ന് പിടിച്ചിടും സത്യഭാമ ശാലിനിയെ തടഞ്ഞു. വേണ്ട, നീ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ അനുജത്തിയുടെ കാര്യങ്ങൾ നോക്കാനാണ്, ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. അത് കേട്ടപ്പോഴേക്കും രാഘവനാർ വിളിച്ചു, ഭാമേ നീ എന്തൊക്കെയാ പറയുന്നത്, അവളുടെ അനുജത്തിയുടെ കൂടപ്പിറപ്പിന്റെ കുഞ്ഞായത് അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അത്തരം ബന്ധങ്ങളൊക്കെ നമ്മൾ എന്നെ വേണ്ടെന്ന് വെച്ചതാ രാഘവേട്ട എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം പൊന്നിയെ വിളിച്ചു. പൊന്നി നീ കുഞ്ഞിനെ കൊണ്ടുപോയി എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പറഞ്ഞ് സത്യഭാമ ശാലിനിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാതെ പൊന്നിയെ ഏൽപ്പിക്കണം. പൊന്നി പപ്പിമോളെയും കൂട്ടിക്കൊണ്ട് മുകളിൽ സ്റ്റെയറിൽ കയറി പോകുന്നത് കണ്ട് ഉടനെ ശാലിനി ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ സത്യഭാമ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്നിരിക്കുന്നത് ശ്യാമയുടെ കാര്യങ്ങൾ നോക്കാനാണ്, അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ പോകുമ്പോൾ ശാലിനി ആകെ വിഷമത്തിലായി. രാഘവനാർ ശാലിനിയെ നോക്കി മോളെ എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ശാലിനി തന്റെ കയ്യിലിരുന്ന ബാഗ് നേരെ ആ ടേബിളിലേക്ക് വെച്ചിട്ട് ശാലിനി അവിടെ നിന്ന് പോകുന്നു. ശാലിനിയുടെ മനസ്സിൽ സത്യഭാമ പറഞ്ഞ ആ കുത്തുവാക്കുകൾ വല്ലാതെ വേദനിപ്പിച്ചു.
അപ്പോഴാണ് പൊന്നി കുഞ്ഞുമായിട്ട് നേരെ ശ്യാമയുടെ റൂമിലേക്ക് എത്തിയത്. പപ്പിമോളെ കണ്ടതും ശ്യാമ വേഗം ആ കിടപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അയ്യോ മോളെ, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ശ്യാമ വേഗം ഞെട്ടിത്തെറിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ അരികിലേക്ക് വന്ന് മോളുടെ ദേഹത്തും കയ്യിലും എല്ലാം തൊട്ടു നോക്കി. പപ്പി ആകെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് വീണ്ടും ശ്യാമ ചോദിച്ചു, അയ്യോ എന്റെ പൊന്നുമോക്ക് എന്താ പറ്റിയത്, ഇതെന്താ, എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ച് പൊന്നി ആകെ ബഹളം ഉണ്ടാക്കി. ശ്യാമ ആകെ ബഹളം വെച്ചതും പൊന്നി പറഞ്ഞു, അതെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞെ, സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ക്രോസ് ചെയ്തപ്പോ ഏതോ വണ്ടി വന്ന് തട്ടാൻ തുടങ്ങിയപ്പോ മോള് വീണതാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ ഇന്നാൾ ഇവിടെ വന്നിരുന്നില്ലേ കുട്ടികളുടെ പിറന്നാൾ ദിവസം ഒരാള് പോലീസിനെയും കൂട്ടി, അയാൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ വേഗം തന്നെ മോളെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാ പറഞ്ഞ്, അയാളാണ് ഇവിടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് വിട്ടത് എന്ന് അറിയിച്ചു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, അയ്യോ ഇനി എന്തൊക്കെ പറ്റിയിട്ടുള്ളതെന്ന് അറിയത്തില്ലല്ലോ, മോക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞിങ്ങനെ കരയുന്നത്. എന്തായാലും മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം പൊന്നിച്ചേച്ചി, ഇപ്പൊ തന്നെ കൊണ്ടുപോയി പറ്റും പൊന്നിയേച്ചി, നമുക്ക് പോകാം. ഇനി വല്ല MRIയോ മറ്റൊക്കെ എടുക്കണമെങ്കിലോ എന്തായാലും നമുക്ക് പോകാം, സ്കാൻ ചെയ്തിട്ട് എന്താ കാര്യം എന്നറിയാവല്ലോ, ഇപ്പൊ തന്നെ പോയേക്കാം. പൊന്നിയേച്ചി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പൊന്നിയോട് ശ്യാമ വരാൻ പറഞ്ഞ് നിർബന്ധം കാട്ടി. അപ്പോഴേക്കും പൊന്നി പറഞ്ഞു, കുഞ്ഞെ അത് പിന്നെ എന്ന് പറഞ്ഞതും, വേണ്ട, ഈ കുഞ്ഞിന്റെ കാര്യ, അതിലെ യാതൊരു അമാന്തവും പാടില്ല, നമുക്ക് പോകാം കേട്ടോ, നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ് ശ്യാമ കുഞ്ഞിനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് വാതുക്കലേക്ക് ഒരാൾ വന്നത് കണ്ട് പൊന്നിയും ശ്യാമയും ഞെട്ടി. അവരെക്കാൾ ഏറെ ഞെട്ടലോടെ അകത്തേക്ക് കയറി വന്നത് ശാലിനി ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോൾ പപ്പിമോളെ ചേർത്ത് പിടിച്ച് ശ്യാമ നിൽക്കുന്നത് കണ്ടതോടെ ശാലിനിക്ക് ആകെ ടെൻഷനായി. ഉടനെ പൊന്നിയെ നോക്കിയിട്ട് ശാലിനി പറഞ്ഞു, പൊന്നി മോളെ നീ താഴേക്ക് കൊണ്ടുപോകും. പൊന്നി ഉടനെ തന്നെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് പോകുന്നു. അതിനുശേഷം ശ്യാമയുടെ അരികിലേക്ക് ശാലിനി എത്തി. നീ എന്തിനാടി ഇങ്ങനെ ഒരു ചതി എന്നോട് കാണിച്ചത്, ഈ വീട്ടിലുള്ള എല്ലാവരെയും നീ ചതിക്കുകയായിരുന്നില്ലേ, ഇങ്ങനെ ഒരു നാടകം എന്തിനായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞ് ശ്യാമയുടെ നേരെ ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും ശാലിനിയുടെ കാല് പിടിച്ചു പറഞ്ഞു, കുഞ്ഞേച്ചി എന്ന് വിളിച്ചതും, മിണ്ടരുത് നീ, അങ്ങനെ നീ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ശ്യാമയോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്യാമ കാൽക്കൽ വീണ പറഞ്ഞു, കുഞ്ഞേച്ചി ഞാനിത് ചെയ്തത് എനിക്ക് വേണ്ടിയല്ല, കുഞ്ഞേച്ചിയെ കുറച്ച് ദിവസമെങ്കിലും എൻ്റെ അരികിൽ കിട്ടാൻ വേണ്ടിയാണ്. എൻ്റെ അടുത്ത് വന്നേക്കാൻ കുഞ്ഞേച്ചിയെ സത്യം അനുവദിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വയ്യാതായാലെങ്കിലും കുഞ്ഞേച്ചി ഇവിടെ നിർത്താൻ സത്യം അനുവദിക്കുമല്ലോ, അങ്ങനെയെങ്കിലും കുഞ്ഞേച്ചിയും വിഷ്ണുവേണ്ണനും തമ്മിലുള്ള അകൽച്ച ഇല്ലാതാകുമല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടാകുമല്ലോ. കുഞ്ഞേച്ചി, ഞങ്ങൾക്ക് മാത്രം പോരല്ലോ നല്ലൊരു ജീവിതം, നിങ്ങൾക്കും വേണ്ടേ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. വിഷ്ണുവേട്ടനെ കുഞ്ഞേച്ചിക്ക് കാണാനും സംസാരിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കാനായിട്ട്. വിഷ്ണുവേട്ടന്റെ അരികിൽ നിന്ന് കുഞ്ഞേച്ചി എത്രത്തോളം മാറി നിൽക്കുന്നോ അത്രത്തോളം വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് കുഞ്ഞേച്ചി അകന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞേച്ചി ഇവിടെ ഉണ്ടാവണം, അതിനുവേണ്ടിയാണ് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, ശ്യാമേ നീയും ആ കാർത്തികയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്, നീ ഇങ്ങനെയൊക്കെ നാടകം കളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യമ്മ എന്നെയല്ലേ പഴിക്കുന്നത്, ഞാനും അതിനെല്ലാം കൂട്ടുനിന്നല്ലേ സത്യമ്മ പറയുകയുള്ളൂ. വെറുതെ ഇതിന്റെ ഇങ്ങനെ ഒരു പേര് കൂടി എനിക്ക് കേൾക്കാൻ വയ്യ, ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ കൂടി എനിക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ തന്നെ സത്യാമ്മയോട് എല്ലാം പറഞ്ഞോണം, ഞാനിപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, നീ തന്നെ എല്ലാ കാര്യങ്ങളും സത്യാമ്മയെ ബോധ്യപ്പെടുത്തിക്കോണം, ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നതാണ് സത്യം, അതുതന്നെ നീ സത്യാമ്മ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. എന്തായാലും ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ്, ഇത്രയും വലിയൊരു ചതി നീ എന്നോട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ശ്യാമയ്ക്കരികിലേക്ക് പൊന്നിയെത്തി. ശാലിനിയെ പോകാൻ തന്നെ തീരുമാനിച്ച് ബാഗുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ശാലിനിയെ കണ്ട് അവിടേക്ക് എത്തിയ പപ്പി വിളിച്ചു, ചേച്ചിയമ്മ പോവാണോ, ഇത്ര പെട്ടെന്ന് എന്നെ ഇട്ടിട്ട് പോവാണോ എന്ന് ചോദിച്ചതും ശാലിനി വേഗം പപ്പിയെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല ചേച്ചിയമ്മ വരാം, മോള് ഇപ്പം അമ്മയുടെ അടുത്തേക്ക് പോയി റെസ്റ്റ് എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞ് പപ്പി മോൾക്ക് ഒരു ഉമ്മ കൊടുത്ത് പപ്പിയെ ശാലിനിയെ പറഞ്ഞയക്കുന്നു. പപ്പി ശാലിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാഴ്ച മുകളിൽ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് കാർത്തിയെ കാണാനിടയായി. ശാലിനി ഭാഗമെടുത്ത് കാറിൽ കയറി പോകുന്നത് കണ്ടതോടെ അത് കണ്ട ആ നിമിഷം തന്നെ വലിയ സന്തോഷത്തിലായി കാർത്തിക. അത് ശരി, അപ്പോ അങ്ങനെ ആ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി, എന്തായാലും സമാധാനം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാർത്തിക നിന്നു. പിന്നീട് തിരിച്ചുള്ള വീട്ടിലേക്കുള്ള യാത്രയിൽ ശാലിനിയുടെ മനസ്സിലേക്ക് എത്തിയത് ശ്യാമ നടത്തിയ ഓരോ നാടകങ്ങളുമായിരുന്നു. അതെല്ലാം ആലോചിച്ചുകൊണ്ട് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ കുടുംബശ്രീ ഹോട്ടലിന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് കീയുമായിട്ട് ശാന്ത വരുമ്പോൾ കുഞ്ഞിന്റെ ഒരു കുഞ്ഞുടുപ്പ് കൈത്തയ്യില് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ശാരദാമ്മയുടെ അരികിലേക്ക് എത്തി. ശാന്ത പറഞ്ഞു, എന്നാ ശാരദാമ്മ ഞാൻ ഇറങ്ങുവാ,
ശരി, കുട്ടികൾക്കുള്ള പലഹാരമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്ന് ശാരദാമ്മ ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞ് ബാഗുമായിട്ട് പതുക്കെ പുറത്തേക്ക് ശാന്ത ഇറങ്ങുമ്പോൾ ഗേറ്റ് കടന്ന് കാറ് അകത്തേക്ക് വന്നത്. വണ്ടിയിൽ ആരാ വരുന്നതെന്ന് അതിശയപ്പെടങ്ങ് നോക്കുമ്പോൾ വണ്ടി കൊണ്ടു നിർത്തി ശാലിനി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് കുഞ്ഞ് ഈ സമയത്തോ അതെന്താ എന്ന് ചോദിച്ചതും ഒന്നുമില്ല ശാന്തേച്ചി, അമ്മ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. ഇല്ല, അവിടെ ശാരദാമ്മ അകത്തുണ്ട് എന്ന് പറഞ്ഞു. വേഗം ശാന്ത പോയി കഴിയുമ്പോഴേക്കും ശാലിനി അകത്തേക്ക് കയറി വന്നു. ശാരദാമ്മ ശാലിനിയെ കണ്ടത്, മോളെ നീ നീ എന്താ ഈ സമയത്ത്? അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, സത്യ എന്തിയമ്മേ, അവൾ ഉറങ്ങിയല്ലോ. അത് കേട്ട ഉടനെ ശാലിനി കുഞ്ഞിനെ കാണാൻ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ പിടിച്ചു നിർത്തി ശാരദാമ്മ. മോളെ ശാലിനി, എന്താടി പ്രശ്നം? നീ എന്താ ഇങ്ങനെ പോകുന്നത്? ശാരദാമ്മ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യാമ്മയല്ല പ്രശ്നം, ശ്യാമ അവളാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മയ്ക്കാകെ സംശയമായി. ശാലിനി ഒന്നും പറയാതെ പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ വീണ്ടും പിടിച്ചു നിർത്തി. എന്താടി നീ പറയുന്നത്? ശ്യാമ പ്രശ്നമാണെന്നോ? എന്താ സംഭവിച്ചത്? അവള് വലിയൊരു നാടകം കളിച്ചു, വലിയ പെരുങ്കള്ളിയാണ് അവള് എന്ന് പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു, പെരുങ്കള്ളിയോ? നീ എന്തൊക്കെയും പറയുന്നത്? എന്തായാലും പറ എന്ന് പറഞ്ഞപ്പോ ശാലിനി നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി ശാരദാമ്മയോട് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ശാരദാമ്മ പറഞ്ഞു, അത് അവളങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അത് നിനക്ക് വേണ്ടിയല്ലേ മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അവളുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യൂ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അമ്മേ, അതിന്റെ പേരിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഞാനല്ലേ തെറ്റ് ചെയ്യാതെ കുറ്റക്കാരിയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും മറ്റൊരു കുറ്റപ്പെടുത്തൽ കേൾക്കാൻ എനിക്ക് വയ്യ. അല്ല അമ്മ, അച്ഛൻ എവിടെ പോയി? അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അത് അച്ഛൻ കുമാരപുരം വരെ പോയി, ചിലപ്പോൾ ഇന്നോ അല്ലെ നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞതും ശരി, സത്യമോൾ എവിടെ എന്ന് ചോദിച്ചു. മോള് നേരത്തെ കിടന്നുറങ്ങി. ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, എനിക്ക് മോളെ ഒന്ന് കാണണം, അവൾ എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഇടി മോളെ, നീ തിരിച്ചങ്ങോട്ട് ചെല്ല്, ശ്യാമ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയോട് പറഞ്ഞു, എന്തായാലും എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ശാലിനി വേഗം കുഞ്ഞിനെ കാണാനായി റൂമിലേക്ക് എത്തി. അവിടെ തനിച്ച് കിടന്നുറങ്ങുന്ന സത്യമോളെ കണ്ട് അരികിലേക്ക് എത്തി മോളെ തലോടിക്കൊണ്ട് ശാലിനി നോക്കി നിൽക്കുന്നു. പിന്നീട് ശാലിനിയുടെ ഫോണിലേക്ക് പൊന്നി വിളിക്കണോ. പൊന്നിയുടെ കോള് വന്നതും ശാലിനി കോൾ അറ്റൻഡ് ചെയ്തപ്പോ പൊന്നി പറഞ്ഞു, കുഞ്ഞ് വേഗം ഇവിടേക്ക് മടങ്ങി വരണം, നാളെ ഇവിടെ വലിയൊരു വിശേഷം നടക്കാൻ പോവാ. ആ കാർത്തികയുടെയും വിഷ്ണു കുഞ്ഞിന്റെയും വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കാനാണ് സത്യാമ്മ ഒരുങ്ങിയിരിക്കുന്നത്. ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ നിന്ന് അത് മറച്ചു വെച്ചിരിക്കുകയാണ് സത്യാമ്മ എന്ന കാര്യം അറിഞ്ഞതോടെ ശാലിനി ഞാൻ മടങ്ങി പോകുന്നു എന്ന് ശാരദാമ്മയോട് പറയുന്നു.